എങ്കിലും ഇന്നിപ്പം നൊയമ്പിന്റെ മുഹൂർത്തത്തിന് സമയമല്ലേ. കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഒരു സൈഡ് ഇങ്ങനെ ആവിച്ചിരിക്കുക. അപ്പൊ എല്ലാവരും പറയണ്ട എന്ത് നല്ലായിരുന്നു. ഇപ്പൊ ഇത് എന്നെ എങ്ങനെയായി പോണെന്ന്. ഇപ്പൊ നമുക്ക് ഇടിഞ്ചൊക്കെ ഇടാട്ടോ. മാറി നോട്ടോ. ഇപ്പൊ നമ്മൾ ഇന്നേ ഒരു നമ്മുടെ പ്ലാവേന്ന് ഒരു ഇടിഞ്ചക്ക എടുത്ത് കറി വെക്കാനുള്ള പരിപാടിയാണ്. ഇടിഞ്ചക്ക തോരൻ പല ആവർത്തി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നിപ്പം നൊയമ്പിന്റെ മുഹൂർത്തത്തിന് സമയമല്ലേ. ഇപ്പൊ നമുക്ക് കറികളെല്ലാം വളരെ കുറവല്ലേ. അപ്പൊ ഇന്ന് ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം അങ്ങനെ അധികം ഇടിഞ്ചക്ക ഉണ്ടാക്കില്ല, ഒരു ഇടിഞ്ചക്ക പറിച്ചെടുക്കാന്ന്. അപ്പൊ നമ്മുടെ കുഴപ്പ്ലാവിന്റെ ചോട്ടിട്ട് പോവാട്ടോ, ഫ്രണ്ടിലുള്ള. അതെ, ആ പ്ലാവ് മാത്രമേ കനിഞ്ഞിട്ടുള്ളൂ. ആ പ്ലാവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാവ് കനിയും. പക്ഷെ 3-4 കൊല്ലമായിട്ട് ഈ വെയിൽ ഇതുപോലെ കൂടുതലായി നിൽക്കണമുണ്ട്. ചക്ക ഇതിൽ പഴുത്ത് കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഒരു സൈഡ് ഇങ്ങനെ ആവിച്ചിരിക്കുക, വെയിലേറടിക്കണേടം. അപ്പൊ എല്ലാവരും പറയണ്ട എന്ത് നല്ല ചക്കപ്പഴമായിരുന്നു. ഇപ്പൊ ഇത് എന്നെ എങ്ങനെയായി പോണെന്ന്. ഒരു സൈഡ് കുഴപ്പമില്ല, ഒരു സൈഡ് എപ്പോഴും ആവിച്ച് വല്ലാത്തൊരു പരുവത്തിലിരിക്കുക. അപ്പൊ നമുക്ക് ഇടിഞ്ചക്ക വെട്ടിയെടുക്കാം. ഞാൻ ഇതും തോട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. താഴെ ഉണ്ടെങ്കിൽ നമുക്ക് കത്തിയും കണ്ട് എടുക്കാം, അല്ലെങ്കിൽ തോട്ടിയും കണ്ട് വലിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് രണ്ടും കയ്യിൽ കസ്റ്റഡിയിൽ എടുത്തിങ്ങനെ പോന്നതാ. അപ്പൊ ഓക്കെ, അതാ നല്ലത്. പിന്നെ ഒന്നോടെ പോകണ്ടല്ലോ തോട്ടി എടുക്കാൻ. തോട്ടിയാണെങ്കിൽ പൊക്കത്തിലാ വെച്ചേക്കണത് എടുക്കാൻ. ഏത് ചക്കയാ പ്രായം? അതായില്ല, തെഞ്ഞ പോരെ. ഇവിടെയാ, ഇവിടെയുണ്ട്. അവിടെ പ്രായമുണ്ടല്ലേ? ഉണ്ട്, പ്രായമുണ്ട്. അവിടെയല്ല, മോളിൽ നിന്ന് ഇടാം നമുക്ക്. മോളിൽ നിന്നാണ് ഇടണേ? നോക്കട്ടെ. തോട്ടി വലിക്കണമെങ്കിൽ ഞാൻ മോളിൽ നിന്ന് ഇടൂല. തോട്ടി വലിക്കാം, നീട്ടാം. ഇവിടെ നോക്കട്ടെ കേട്ടോ. വേറെ തോട്ടി വലിക്കണം. മറ്റേത് ഇച്ചിരി പ്രായം കൂടിപ്പോയി തോന്നുന്നു. അല്ല കൂടിയല്ല, കുറഞ്ഞിരിക്കണെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത് വലുതാ, ഒരുപാട്. ഇച്ചിരി വലുതാ. ഇച്ചിരിയൊന്നുമല്ല, അത്രയും ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ 1 മണിക്കൂർ എടുക്കും. ഇത് ഇച്ചിരി പാകം കുറവാ. നോക്കട്ടെ കേട്ടോ. ഒരെണ്ണം നീട്ടിയെടുക്കാൻ സാരമില്ല, തോട്ടി നീട്ടിയാൽ മതിയല്ലോ. ചെറിയ പൊക്കത്തിൽ ഹൈറ്റിന് ഇടിഞ്ചക്ക ഇടാൻ പറ്റൂല, അതാ. താഴെ കിടക്കാൻ മൂപ്പ് പാകമല്ല. അപ്പം അതിനെക്കണ്ട് നട്ട് കുരിച്ചതാ മുറുകിയിരുന്നോണ്ട്. നമുക്കിടാന്നാ ബാ പോരെ. പോരേട്ടോ. ഇത് ഞാൻ ഇവിടെയൊക്കെ കൊളാമ്പി നട്ടേക്കണുണ്ടോ. 2 മൂലയിലും കൊളാമ്പി വെച്ചു. അത് ഡേ പറയാട്ടോ. അപ്പൊ നമുക്ക് ഇടിഞ്ചക്ക ഇടാട്ടോ. മാറി നോട്ടോ. വന്നില്ലല്ലോ അവൻ. വരട്ടെ, അവൻ ഇച്ചിരി മൂച്ച് കൂടുതലാന്ന് പറഞ്ഞു. അവൻ അങ്ങനെ കളിച്ചാൽ ശരിയാവൂലല്ലോ. അതെ, അറ്റത്തേക്ക് തന്നെ വീണു. നമ്മുടെ അടുത്ത് തന്നെ വന്ന. നീ നമുക്ക് എടുത്തോണ്ട് പോകാന്നാ. ഇച്ചിരി മൂപ്പ് കുറവുണ്ടോ നമുക്ക് അറിയില്ല, ഏതായാലും ഇട്ടു. അതെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോകാന്നാ. ഇത് കറക്റ്റ് പാക എന്ന് തോന്നണം. കത്തി എടുക്കാൻ മറക്കണ്ട. അതൊന്നുമില്ല, അത് കത്തി അരിയാനുള്ളതല്ലേ. അപ്പൊ ഓർത്തോളും. എന്നാ നമുക്ക് പോയാലോ. ഇതെടുത്തോ, ഞാൻ എടുക്കാം. വേണ്ട, അതിൽ വിളങ്ങിയും പറ്റും. കത്തി പിടിച്ചാൽ മതില്ലേ. കത്തി എടുത്തോ. കൈ മുഴുവൻ വിളങ്ങിയനാവും. എൻ്റെ കൈ ഏതായാലും വിളങ്ങിയനാവും. കത്തി എടുത്തോട്ടോ. നമുക്ക് പോകാം. എന്നിട്ട് ഇച്ചിരി വിളങ്ങിയും പോയിട്ട് നമുക്ക് ഒരുക്കാട്ടോ. പോരെ. ഞാനും നമ്മുടെ ബന്ധിയിലുണ്ടായ പൂവിൻ്റെ ഇല്ലേ, ഉണങ്ങിയ 2 പൂ പറിച്ചേച്ച് പാകിയേക്കണതാ ഡ്രമ്മില്. എന്നിട്ട് ഞാൻ ഓല വെച്ച് മഴ പെയ്യുമ്പോ തല്ലി അലയ്ക്കും, അല്ലെങ്കിൽ വെള്ളം വീണ. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തല്ലി അലച്ച് വീഴാതിരിക്കും വെള്ളം. അപ്പൊ അതിൽ ഡ്രമ്മിൽ നിറച്ച് ചെടിയാക്കാനാ എന്റെ ഉദ്ദേശം. എങ്ങനെ വരൂന്നറിയില്ല. ബന്ദി മാത്രം മഞ്ഞ ഓറഞ്ചും പാകിയിട്ടുണ്ട് കേട്ടോ. ഇനി മുടിയാക്കട്ടെ. മുടി വെച്ചോ. ആ കിളുത്ത് വന്നു കഴിയുമ്പോ മുടിയെ മാറ്റണം, അല്ലെങ്കിൽ അതിങ്ങനെ ഇതായിട്ട് പോവും പൊങ്ങി വരുമ്പോ. ഞാൻ തോട്ടി കൊണ്ട് വെച്ച് പോരാ. വെട്ടുവാണേ. ഇടിഞ്ചക്ക പിന്നെ വലിയ ചക്ക പോലെ.
കൈ നോക്കണം നമ്മൾ. നമ്മൾ ക്ലീൻ ചെയ്യണം മെത്തേഡാണ് ഇതിങ്ങനെ എളുപ്പ വഴി. കത്തിക്കിച്ചിട്ട് മുറിച്ച കുറവാന്ന് തോന്നണമെങ്കിൽ രാഗം പോകാൻ പറ്റൂല. ഒന്നാമത് വിളങ്ങി മൊത്തത്തിൽ വരണം. ക്ലീൻ ചെയ്ത് മാത്രമേ ഇച്ചിരി പാടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് സംഭവം. വലിയ ചക്കേനേക്കാളും അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. കടുപ്പമുണ്ട്. വെട്ടുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതെ 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 അതെ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യല് വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല. ചക്ക വെട്ടലാണ് ഏറ്റവും ബുദ്ധിമുട്ട് അറിയാം. വെള്ളത്തിലേക്ക് വേണോ ഇടാൻ? കറ. ഇടിഞ്ഞൊക്കെ മേടിക്കാൻ കിട്ടുമോ? ആ അല്ല, ഇപ്പോഴല്ല, പണ്ടും കിട്ടും. തൃപ്പൂണിത്തറ ഇഷ്ടം പോലെ കിട്ടും. തൃപ്പൂണിത്തറ കേന്ദ്രമല്ലേ ഇതിൻ്റെ. അമ്പലമൊക്കെ ഒരുപാട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും കാണും അവിടെ. പക്ഷെ ഫ്രഷ് ഇടിഞ്ചൊക്കെ വേണമെങ്കിൽ അവനവൻ്റെ ഇതിൽ നിന്ന് പറിച്ച് തന്നെ എടുക്കണം. അതെപ്പോഴും അങ്ങനെയാണല്ലോ, എല്ലാ സംഗതികളും അങ്ങനെയല്ലേ. ഞാൻ വെട്ടിച്ചാടിച്ച് പുറത്ത് ഇച്ചിരി മൂപ്പ് കുറവാണോ. ഈ ഇതിൻ്റെ മടൽ കൊണ്ട് എന്തൊക്കെയോ ചെയ്യും. പണ്ട് ഇവിടെ നിന്ന് ഞാൻ ജെസ്സി അമ്മച്ചീനെ നോക്കാൻ നിന്നെ മടൽ കൊണ്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഇത് ഉണ്ട്. ചക്ക മടലെന്നാണ് അതിന് പറയണത്. എങ്ങനെയൊക്കെയാണോ ഞാൻ മറന്നുപോയി. 10-30 കൊല്ലം മുമ്പുള്ള കാര്യമൊക്കെ. പുള്ളിക്കാരി എന്തൊക്കെയോ കാണിച്ചാൽ അത് ഇത് മടലാന്ന് പറയൂല. അത് അതെ 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 അതെ. കത്തി കയറാൻ പാടായി. വലിയ കത്തിയായത് കൊണ്ടാണ് രക്ഷ കിട്ടിയത്. അല്ലെങ്കിൽ കൊച്ചു കത്തിയാണെങ്കിൽ ഒടിയും കത്തി. കടുപ്പം. ക്ലീൻ ചെയ്തത് കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് നല്ല സുഖമാണ്. പിന്നെ പണിയുണ്ടല്ലോ. പിന്നെ വേവിച്ച് കുഞ്ഞിലൊന്നും മുറിക്കണില്ല. മൂപ്പ് തീയില്ലല്ലോ. ഇനി ഈ കത്തി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് മൂർച്ചപ്പെടുത്തുക എന്നുള്ള. മൂർച്ചയില്ല അതിന്. മുറിച്ച് പോയിരിക്കുക. അര ഉണ്ടല്ലോ, അതുകൊണ്ട് ഉരച്ചാൽ മതി. കല്ല് ഇതപ്പേ ഉരക്കണ അവസ്ഥ. ഭയങ്കര ബലമായത് പോരാ. നമ്മൾ സ്വല്പം വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഒതുക്കിയതിൽ തേങ്ങ, ഒരു തരി ജീരകം, 2 തരം ഉള്ളി, ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടിയും ചേർത്ത തേങ്ങ ഒതുക്കണത്. ഒതുക്കി വെച്ചു. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ അത് കാരണം. അപ്പോൾ ഇതൊരു 2 വിസിൽ മതി. ഇടിഞ്ചൊക്കെ ആകുമ്പോൾ അധികം മൂത്തട്ടില്ല, വേവധികം ഉണ്ടാവൂല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ ചതച്ചെടുക്കണം. ഓക്കെ. അപ്പം ഞാൻ 2 വിസിലടിച്ചൊന്ന് തുറന്ന് നോക്കിയായിരുന്നു ആവി പോയി കഴിയുമ്പോൾ. പക്ഷെ വെന്തട്ടില്ല. വീണ്ടും ഞാൻ അതേപോലെ തന്നെ വെച്ചു. അതിൽ വെള്ളം ഓൾറെഡി ഒഴിച്ചതുണ്ടായിരുന്നു. 3 വിസിലോടെ അടുപ്പിച്ച് 5 വിസിൽ മൊത്തം അടിച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും വെന്തിട്ടുണ്ട്. നോക്കിയേ, ഞാൻ ഇതിലേക്ക് ഊറ്റി കാണിക്കാം. വെള്ളം ഊറ്റാനില്ല, ഇച്ചിരിയുള്ളൂ. അത് പിന്നെ ഊറ്റേണ്ട കാര്യമില്ല മോനെ. ഇനി ഇത് തണുത്തിട്ട് വേണം ചതച്ചെടുക്കാൻ. നമുക്കില്ലേ മിക്സിയിൽ ചതച്ച എനിക്കിഷ്ടമല്ല, ഇങ്ങനെ അമങ്ങിപ്പോവും. നമുക്ക് ആ ഉള്ളി ചതക്കണ ഇടികല്ലേ ചതച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ പൾസ് ഇട്ടാ പോരെ? പൾസ് വേണ്ട, ഇടികല്ലേ ചതക്കാം. അത് ഓരോന്നൊന്നും വേണ്ട, 2-3 ഒക്കെ എണ്ണ ഇടാം. പൾസിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വെന്തത് കൊണ്ട് ചിലപ്പോൾ അത് ഇങ്ങനെ ജാം പോലെയായ ഒരു സുഖമില്ല. ഇനിയിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് അറിയാവുന്നവരൊന്ന് പറ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. ഈ ഇടികല്ലേൽ ഇച്ചിരി താമസം ഉണ്ടെങ്കിലും അത് ചതച്ചാൽ നാച്ചുറലായിട്ട് കിട്ടും. അതാ കല്ലിവിടെ കൊണ്ടേ വെക്കാം. പക്ഷെ ചൂടാറാതെ പറ്റൂലല്ലോ. അപ്പം അന്നേരം കാണിക്കാം കേട്ടോ. ചതയ്ക്കുക. ചിച്ച ചൂടുണ്ട്, കുഴപ്പമില്ല. കണ്ടോ ചൂട് പറക്കണം. അത് കുഴപ്പമില്ല. ഇത്ര ചതയാവുള്ളൂ. അതാണ് ഇടിഞ്ചക്ക എന്ന് പറയുന്നത്. അതെ, ഇടിച്ച ഇടിയിറച്ചി എന്ന് പറയും പോലെ. ഉണക്കിറച്ചിക്കേ. അതെ അതെ അതെ. ഉണക്കിറച്ചി ഒരു വികാരം തന്നെയാ. അതിൻ്റെ പിന്നിലുള്ള
എത്ര വർഷം പഴക്കമുള്ള ഇടികല്ല ഇത്. ഈ കല്ല് പൊട്ടിപ്പോയിട്ടപ്പോൾ പശു വെച്ച് ഒട്ടിച്ചതാണ്. ഇനി ദേ ഉള്ളിയും വേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചേച്ച് ദേ തേങ്ങ തോരനുള്ള തേങ്ങ ഇടുവാട്ടോ. തേങ്ങയിൽ ഞാൻ പറയാം, തേങ്ങ 2 തരം ഉള്ളി, അതായത് ചുമന്നുള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇച്ചിരി കുറവ്, അതുകൊണ്ട് ഇച്ചിരി ചതച്ച മുളക് പൊടിയും കൂടെ നമുക്കിതിൽ ചേർക്കാം കേട്ടോ. തോരനധികം എരിവിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് ഇങ്ങനെ തേങ്ങ ആദ്യം ഇട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ചക്ക ഓൾറെഡി വേവിച്ച് വെച്ചേക്കണതാ. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ വേവ് അധികം വേണ്ട, എന്നാന്ന് ഒരുപാട് ഇതായി പോവും. വേവിച്ച് ചതച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ പച്ചക്കുത്ത് അതിൻ്റെ ഒന്ന് മാറണം, തേങ്ങ ഒതുക്കിയതിൻ്റെ, അല്ലെങ്കിൽ പച്ച ചുവയ്ക്കും. അതുകൊണ്ടാട്ടോ ഇച്ചിരി ചതച്ച മുളക് പൊടി അത് മതി. കാരണം എരിവ് ഓൾറെഡി ഉണ്ടാവും. പിന്നെ തോരന് നമ്മൾ അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് എരിവ് വേണമെന്നുള്ളവർക്ക് അതൊക്കെ അനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ ഒന്ന് വെള്ളം വലിയട്ടെ കേട്ടോ, എന്നിട്ട് ഇടിഞ്ചക്ക ഇട്ടാൽ മതി. വേവിച്ച് വെച്ചേക്കണ ഇടിഞ്ചക്ക ആയതുകൊണ്ട് നേരെ മറിച്ച് പച്ചയായിട്ടുള്ള സംഗതി ഇടണമെങ്കിൽ ഒന്നിച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇതിപ്പോൾ വേവാനില്ല, മിക്സിങ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെയാണോ നമ്മൾ ഗരം മസാല ഇടുന്നത്? മസാല ഇടുന്നതിനോട് എനിക്ക് അഭിപ്രായം ഇല്ല, ഇച്ചിരി ഇട്ടേക്കാം. കുരുമുളക് അല്ല കൂർക്കയ്ക്കൊക്കെ ഇട്ടാൽ നല്ലതായിരുന്നു. ദേ ഇനി നമുക്ക് ഒതുക്കിയതും കൂടെ ഇടാം. ഗരം ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, കാരണം പറഞ്ഞില്ല എൻ്റെ രുചി. ദേ വെള്ളമൊക്കെ വലിഞ്ഞു കൂട്ടോ. അതെ അരപ്പല്ല ഒതുക്കിയത്, ഒരു മൂത്ത മണം വന്നത് മനസ്സിലായതേ. ഇങ്ങനെയുള്ള മണം വലിഞ്ഞു. വെള്ളം വലിയുമല്ല, ആ മണം വന്ന സ്മെല്ല് പച്ചക്കുത്തിന് മാറണതിന്റെ. കിട്ടിയോ? അപ്പൊ ഞങ്ങക്ക് മൈക്കിൽ വരെ മണം വന്നു. ഇനിതേ ഇത് വേണേ ചക്കത്തോരൻ. ചക്കത്തോരൻ എന്ന് പറയാൻ മേല, മറ്റേ മൂത്ത ചക്കയും കൊണ്ട് തോരനുണ്ടാക്കും. തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക വേവിച്ചേച്ച് തേങ്ങയിട്ട് പോവാല്ലേ? ആ തോരൻ പോലെ. അത് പലരും ചെയ്യും. അത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സിങ് ശരിയാവും. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതിൽ ശരിക്കും വെള്ളം ഒഴിച്ചാൽ വേറെ രുചിയാവും. വെളിച്ചെണ്ണയെല്ലാം ഉണ്ടല്ലോ, അത് കിടന്ന് അരപ്പ് ഇതെല്ലാം കൂടെ ചേർന്ന് യോജിച്ച് ഉപ്പ് പാകാണോന്നൊന്ന് നോക്കണം. ഇപ്പം ഇടിഞ്ചക്കയ്ക്ക് ഉപ്പുണ്ടായിരുന്നു, അരപ്പ് ചേർത്തപ്പോൾ പാകം. അല്ലെങ്കിൽ ഇനി ഉപ്പ് നീര് തളിച്ചു കൊടുക്കാം. നമ്മുടെ സ്വന്തം ഇടിഞ്ചക്ക ഇച്ചിരി കോരി മാറ്റി വെച്ചു. ഇച്ചിരിയല്ല, ഒരു ചോറ്റുപാത്രം ഫുള്ളങ്ങ് മാറ്റി. കൊറേ ഉണ്ടായിരുന്നതായിട്ട് കണ്ടായിരുന്നു. അത് കേടാവും, ഇളക്കി കഴിഞ്ഞാൽ കേടാവും. ഉച്ചത്തേക്ക് എടുത്തു കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 നേരത്തേക്കുള്ളത് കറി ഉണ്ടാവും. ഒരു നേരത്തേക്കുള്ളത് എടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് എടുക്കും ഞാൻ. തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് എടുത്ത് വെക്കും. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ കുത്തി ഇളക്കി കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് അത് ശരിയാവൂല. അതുകൊണ്ടാണ് ഇടിഞ്ചക്ക തോരൻ നല്ലതാട്ടോ. നമ്മുടെ സ്വന്തം നല്ല രുചിയുണ്ട് ഇടിഞ്ചക്ക. നോയമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ച കാരണം ഞങ്ങളിപ്പോൾ മിക്ക ദിവസവും ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കേട്ടോ. ഞാനപ്പോൾ ഓട്സ് കഞ്ഞി എടുത്തു. കുറേ നാളായി ഓട്സ് കഞ്ഞി കുടിച്ചിട്ട്, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കഞ്ഞിയുടെ കൂടെ ഇടിഞ്ചക്ക തോരൻ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു കോമ്പിനേഷനൊന്നും അല്ല, എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് തോരൻ നല്ല ടേസ്റ്റി ആയതുകൊണ്ട് നമുക്ക് കഴിക്കാമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടുപിടിച്ച ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ രുചികരമായിരുന്നു. ഒരു സൈഡ് ബട്ടർ വയ്ക്കുക, ഇപ്പുറത്തെ ആ സൈഡിൽ മറ്റേ ഇടിഞ്ചക്ക തോരൻ വെച്ചിട്ട് ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റിയും നല്ല ഫില്ലിങ്ങും ആയിരുന്നു. അപ്പം ഞാനിത് ഈ തോരൻ കുറച്ചെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അങ്ങനെ കഴിച്ചിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ തോരൻ ആസ് എ കിടുവായിരുന്നു കേട്ടോ. കൂടെ മാങ്ങ ഇഞ്ചി ചമ്മന്തിയാണ് ഉള്ളത്. ഇപ്പം ഇത് കണ്ടിട്ട് എല്ലാവർക്കും കൊതി വന്നോ?